ഈ ലോകത്ത് ഏറ്റവും അധികം പറ്റിക്കാൻ എളുപ്പമുള്ളത് ആരെയാണെന്ന് മിഥുൻ അറിയാമോ? ഭക്തരാണത്. ഭക്തർ, വിശ്വാസം. അത് ഏത് മതമെന്നില്ല, ഏത് മതത്തിലായാലും ഈശ്വര വിശ്വാസികളെ എളുപ്പം പറ്റിക്കാൻ കഴിയും. കാരണം ഈ ഭക്തർക്ക് എപ്പോഴും ഈശ്വര കടാക്ഷം, ഈശ്വരന് നമ്മളെ ഇഷ്ടമാണ് എന്നറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തൃപ്തി, ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിനുവേണ്ടി അവർ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ പലയിടത്തും ഈ പൂജ ചെയ്യാനെന്ന് പറഞ്ഞ ആൾക്കാർ, മുമ്പൊക്കെ നമുക്ക് സ്ഥിരം ഇങ്ങനെ കേൾക്കാമായിരുന്നു, ആ പൂജ ചെയ്യാനെന്ന് പറഞ്ഞ് ഓരോ ചെയ്തിട്ട് ആ വീട്ടിലെ സ്വർണ്ണമെല്ലാം കടത്തിക്കൊണ്ടുപോയി, അങ്ങനെയൊക്കെ പല വാർത്തകൾ. അപ്പൊ അതുകൊണ്ട് ഭക്തിയുടെ നിറവിൽ ഇരിക്കുന്നവരെ പറ്റിക്കാൻ എളുപ്പമാണ്. അവരുടെ സ്വന്തം ബ്രെയിൻ വർക്ക് ചെയ്യില്ല. ഞാൻ ഈ ഭക്തരെ കുറ്റം പറയുന്നതല്ല, ഭക്തിയാവാം, പക്ഷെ എന്താണ്, നമ്മുടെ തലച്ചോറ് നമുക്ക് വർക്ക് ചെയ്യണം. അപ്പൊ ഇതിപ്പോ പറയാൻ കാരണം, ഇപ്പോ നമ്മുടെ നടൻ ജയറാം, അദ്ദേഹത്തിന് ഇപ്പോ ഒരു അമളി പറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ മറ്റേ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇനിയും ആളെ പോറ്റി എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പോറ്റി എന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇപ്പൊ നിലവിൽ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് പോറ്റി എന്നത് മാറ്റി ഉണ്ണികൃഷ്ണൻ കള്ളൻ എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ ഉണ്ണികൃഷ്ണൻ അയാള് ജയറാമിനെ വിശ്വസിപ്പിക്കുകയാണ്. അയ്യപ്പൻ ഉറക്കത്തിൽ സ്വപ്നത്തിൽ ദർശനം തന്നു പറഞ്ഞു ജയറാമിനെ കൊണ്ട് പൂജ ചെയ്യിപ്പിക്കണമെന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ ഏതൊരു ഭഗവാനെ അല്ലെങ്കിൽ ഏതൊരു മൂർത്തിയെ, അത് ഏത് മതത്തിലായാലും ശരി, പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പൊ കർത്താവായാലും കർത്താവിന് പ്രിയപ്പെട്ടവളാണ് എന്നൊരു ക്രിസ്ത്യാനി പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കുളിര്, അതുപോലെ തന്നെ ഏതൊരാൾക്കും താൻ ആരാധിക്കുന്ന മൂർത്തി താൻ പ്രിയപ്പെട്ടതാണ് എന്നറിയുമ്പോൾ തോന്നുന്ന ആ ഒരു അതിന് വേണമെങ്കിൽ ഒരു സ്വകാര്യ അഹങ്കാരം എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിൽ തന്നെയാണ് ജയറാം അതിനെ ഡീൽ ചെയ്തത്. പക്ഷേ അതിപ്പോ ജയറാമിന് ഏറ്റവും ഒരു പാരയായി വന്നിരിക്കുകയാണ്. ഇതിനി ജയറാമിന്റെ ജീവിതത്തിൽ എങ്ങനെയാണ് ഇതിന് ഇമ്പാക്ട് ഉണ്ടാക്കുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയേ വഴിയുള്ളൂ. ജയറാം പറയുന്നത് അദ്ദേഹം 50 വർഷത്തോളമായി തുടർച്ചയായി ശബരിമലയിൽ പോകാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരു പരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുമായിരുന്നു? അല്ല, ഈ ജയറാം എന്ന് പറയുന്നത് നമുക്കറിയാം നല്ലൊരു ഭക്തനാണ് അദ്ദേഹം. അത് നമ്മള് മലയാളികൾ ഒരുപാട് കണ്ടിട്ടുണ്ടല്ലേ. അദ്ദേഹം ഈ പറയുന്ന പോലെ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചെണ്ടമേള അദ്ദേഹത്തിന്റെ ഒരു ഭ്രമമാണ്. അപ്പോൾ അമ്പലങ്ങളിൽ അദ്ദേഹം പോയി ഇത് വഴിപാടായിട്ടൊക്കെ നടത്തുകയും അല്ലെങ്കിൽ അമ്പലങ്ങളിൽ പോവുകയും ശബരിമലയിലൊക്കെ അദ്ദേഹം എല്ലാ വർഷവും പോകുന്ന ഒരു വ്യക്തിയാണ്, ഭക്തനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താ പറയുക, വലിയൊരു ഭക്തനായിട്ടുള്ള ഒരു വ്യക്തി അദ്ദേഹത്തെ ഒരു ആള് പറ്റിച്ചു എന്നുള്ളതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണിത്. നമ്മൾ നേരത്തെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ അവതാരങ്ങൾ എന്ന് പറയുന്ന ഒരു തീമുണ്ടല്ലോ, അത്തരത്തിലുള്ള ആൾക്കാർ നമുക്കറിയാമല്ലോ, എല്ലാ കാലത്തും ഇങ്ങനെ വരും. ഇതേപോലെ സെലിബ്രിറ്റീസിനെ എല്ലാവരെയും, സിനിമാന്മാര് മാത്രമല്ല പ്രമുഖരായിട്ടുള്ള പലരെയും അവരിങ്ങനെ ചാക്കിലാക്കി ഒരുപാട് പേരെ പറ്റിച്ചിട്ടുണ്ട്. അതേപോലെ ഒരു അവതാരത്തിന്റെ ഒരു ഭാഗമാണ് ഈ പറയുന്ന പോറ്റി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആള്. അയാളുമായി ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രിയുമായിട്ട് ഒത്തുള്ള ഫോട്ടോകൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം ഈ പോലീസ് ആസ്ഥാനത്ത് അദ്ദേഹത്തിന് വലിയൊരു ഇതുണ്ട്, അവിടെ പോയി അവിടെയുള്ള ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ഫോട്ടോകളൊക്കെ പുറത്തു വന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഓഫീസുകളും സ്ഥാപനങ്ങളും ആളുകളുമായിട്ടൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ബന്ധം എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഏതാണ്ട് ഈ 40 കുറെ വർഷമായിട്ട് അയാള് ഈ ശബരിമലയില് ഇങ്ങനെ കീഴ്ശാന്തിയായിട്ട് വന്നതാണ്. അവിടെ അതിനുശേഷമാണ് അദ്ദേഹം അത് സ്പോൺസറായിട്ടൊക്കെ മാറുന്നത്. അപ്പോൾ മാത്രമല്ല ചെന്നൈയിലെ ആ സ്ഥാപനം സ്മാർട്ട് ക്രിയേഷൻസ് പറയുന്ന സ്ഥാപനത്തിന്റെ ഒരു അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് അയാൾ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്താ പറയുക, ഇയാൾ ഈ ശബരിമലയിലെത്തി. നേരത്തെ അയാൾ ബാംഗ്ലൂരിലെങ്ങാണ്ട് പോറ്റിയായിരുന്നു. അയാൾ ശബരിമലയിൽ എത്തിയപ്പോൾ പിന്നീട് അയാൾ അവിടെയൊക്കെയുള്ള വിശ്വാസികൾ ഇതിന്റെ പേരിലൊക്കെ അയാൾ പരമാവധി ചൂഷണം ചെയ്തെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ശബരിമല എന്ന് പറയുന്നത് അത്രയ്ക്കും പവിത്രമായ, എല്ലാവരും വലിയ ആരാധനയോട് കാണുന്ന ഒരു ക്ഷേത്രവും വലിയ വിശ്വാസത്തിന്റെ ഒരു ഇതൊക്കെയുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ അവിടുത്തെ ഒരാളുമായിട്ട് തങ്ങൾക്ക് ബന്ധമുണ്ടല്ലെങ്കിൽ തങ്ങളുടെ അടുത്തറിയുന്ന ഒരാൾ അവിടെ ഉള്ളപ്പോൾ അവിടെ കൂടുതൽ അയാളുമായിട്ട് അടുത്തിടപെടുക, അതുവഴി കൂടുതൽ പൂജകളോ അല്ലെങ്കിൽ അമ്പലവുമായിട്ട് കൂടുതൽ അടുത്തറിയുക, അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് നടന്നിട്ടുണ്ട്. ഇത് ഇയാള് പരമാവധി ചൂഷണം ചെയ്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന ജയറാമും അത്തരം ഒരു പുലിവാൽ ചെയ്ത് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇവിടുന്ന് ശബരിമലയിൽ നിന്നും ഈ പറയുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇയാള് കൊണ്ടുപോവുകയാണ്. ഇയാളാണ് സ്പോൺസർ, അയാളാണ് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിന് അത് കൊണ്ട് കൊടുക്കുന്നത്. അങ്ങനെ കൊണ്ടുകൊടുത്തത് ചെമ്പാണെന്ന് അയാളും പറയുന്നു, ദേവസ്വം ബോർഡും അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ നേരത്തെ അത് സ്വർണം പൂശിയിരുന്നതാണ്. സ്വർണം എവിടെ പോയി? വിജയ് മല്യ ഇത് സമർപ്പിച്ചപ്പോൾ തന്നെ അത് ചെക്ക് ചെയ്ത് ഒരാളുടെ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷെ എന്റെ ഒരു സംശയം, ഇപ്പൊ എല്ലായിടത്തും ഇയാളുടെ ഒരു പേര് മാത്രമാണ് പരാമർശിച്ച് കേൾക്കുന്നത്. അതായത് മാധ്യമങ്ങളിലായാലും എല്ലാം ഈ ഉണ്ണികൃഷ്ണന്റെ പേര് മാത്രമാണ് വരുന്നത്. ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന അയാൾ ഒരു കീഴ്ശാന്തിയല്ലേ. അപ്പം ആ ഒരാൾക്ക് തനിയെ ഒറ്റയ്ക്ക് ഇത്രയും കാര്യങ്ങൾ, അതായത് കിലോ കണക്കിന് സ്വർണത്തിന്റെയാണ്,
ഇത് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുമോ? അപ്പൊ ഇയാൾക്ക് കൂട്ടുനിന്നവർ എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഒരാളുടെ പേരും ഇവിടെ പരാമർശിച്ച് കേൾക്കുന്നില്ല. അപ്പൊ ഇതെങ്ങനെയാണ്? ഇത് തേച്ചു മായ്ച്ച് കളയപ്പെടും എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ അല്ലേ നമുക്ക്? അയാൾ ഒറ്റയ്ക്കാവാൻ വഴിയില്ല. അതിന്റെയാണ് ഈ 2019 ഇത് കൈമാറുമ്പോൾ ദേവസ്വം ബോർഡ് ഇറക്കുന്ന ഉത്തരവിൽ പറയുന്ന ആ സംഭവം ഒരു ദുരൂഹമായിട്ട് ഇപ്പോൾ തുടരുന്നത്. കാരണം 99 സ്വർണ്ണം പൂശിയ ഒരു സംഭവം 2019 20 വർഷത്തിന് ശേഷം ഈ പറയുന്ന പോലെ അറ്റകുറ്റപ്പണികൾക്കായിട്ട് അല്ലെങ്കിൽ സ്വർണ്ണം പൂശാനായിട്ട് അതിന്റെ ഇത് കൊടുക്കുമ്പോൾ അതിന്റെ ഉത്തരവിൽ പറയുന്നത് ഈ ചെമ്പുപാളികൾ എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അത് 20 വർഷം അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് ഏതാണ്ട് 5 കിലോയോളം സ്വർണം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. 5 കിലോ സ്വർണം 7 പാളിയായിട്ട് സ്വർണം പൂശിയെന്നാണ് പറയുന്നത്. അത്തരം ഒരു ഇത് എത്ര പെട്ടെന്ന് 20 വർഷം കൊണ്ട് എങ്ങനെ വെറും ചെമ്പായിട്ട് മാറി എന്നൊരു സംശയമുണ്ട്. ദേവസ്വം ബോർഡിന്റെ എനിക്കൊരു ഡൗട്ട് അടിക്കുന്നു. ഇനി ഇവർ അവസാനം വിജയ് മല്യ പറ്റിച്ചതാണെന്ന് അങ്ങനെ പറയാനുള്ള വിജയ് മല്യ ചെമ്പ് കൊണ്ട് കൊടുത്തിട്ട് സ്വർണ്ണമാണെന്ന് അങ്ങനെ പറയുമായിരിക്കും. ഇന്ന് ഉണ്ണികൃഷ്ണൻ പൊറ്റി അയാൾ പറയുന്നത് കേട്ടില്ലേ, ഇത് സ്വർണ്ണമൊന്നും ആയിരുന്നില്ല, സ്വർണ്ണത്തിന്റെ നിറം അടിച്ചു പെയിന്റ് ചെയ്തതാണെന്നൊക്കെ ഒരു വാദമായിട്ട് അയാൾ രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ വിജയ് മല്യ ഈ നാട്ടിലില്ല. അപ്പൊ അയാൾ വന്ന് വാദിക്കാനും അറിയത്തില്ല എന്താ സംഭവം അറിയത്തില്ല. വിജയ് മല്യയുടെ പേര് പറഞ്ഞ് പറ്റിക്കാനായിരിക്കും ഇനി എളുപ്പം. വിജയ് മല്യ കുറെ ചെമ്പ് കൊണ്ട് തന്നിട്ട് സ്വർണ്ണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഇവർക്ക് അത് ചെക്ക് ചെയ്തുകൂടായിരുന്നു? ഇപ്പൊ ഒരു അമ്പലത്തിൽ ഒരു സ്വർണ്ണം കൊണ്ട് സമർപ്പിക്കും. അല്ല, അത് ചെക്ക് ചെയ്താണ് കേട്ടോ. കാര്യത്തിൽ വിഷയമൊന്നുമില്ല. കാരണം അത് വിദഗ്ധനായിട്ടുള്ള ഒരു സെന്തിൽനാഥൻ എന്ന് പറയുന്ന ആളാണെന്ന് ചെക്ക് ചെയ്ത് 24 എന്നുള്ള അദ്ദേഹം പറയുന്നുണ്ട് 24 ക്യാരറ്റ് സ്വർണ്ണമാണ് അത് ഉപയോഗിച്ചത്. സ്വിറ്റ്സർലൻഡിൽ നിന്ന് കൊണ്ടുവന്ന സ്വർണ്ണമാണ്. അതിനകത്ത് സംശയങ്ങളുടെ ഒന്നും ആവശ്യമില്ല. അതിനുശേഷം നടന്ന കളികളാണ് ഞാൻ പറഞ്ഞത്. ആ സംശയം വരുന്നത് ആ ഉത്തരവിൽ എങ്ങനെ അത് ചെമ്പെന്ന് വരുന്നു. അത് ദേവസ്വം ബോർഡ് അറിയാതെ ചെയ്തതാണോ അതോ ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അത് തിരുമറി നടത്താനായിട്ട് അറിഞ്ഞുകൊണ്ടൊരു വഴി ഒരുക്കി കൊടുത്താണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്ന സാധനങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ട് അയാളുടേതായ സാധനങ്ങളായിട്ട് അയാൾ കൊണ്ടുനടന്ന് പ്രദർശനം നടത്തുക, പൂജ നടത്തുക, അതിന്റെ പേരിൽ മറ്റു പലരിൽ നിന്നും ജയറാം തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന ചെങ്ങന്നൂരിൽ വലിയൊരു പ്രദർശനം നടക്കുന്നത് 2019 അവിടെ ജയറാമിനെ വിളിക്കുന്നുണ്ട്. ജയറാമെ വിളിച്ചിട്ട് ഈ വീരമണി അയാളെ ഗാനം എഴുത്ത് ഇതാണ് അയാളെ കൊണ്ടുവരുന്നുണ്ട്. അവരൊക്കെ തന്നെ പങ്കെടുക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ട്. സംഗീതാർച്ചന നടത്തിയിരുന്നു. അതല്ല, ഇപ്പൊ ജയറാമിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയില്ല എന്ന് പറയുന്നു. പക്ഷേ ജയറാമിനെ മാർക്കറ്റ് ചെയ്യാനാണ് ഇയാൾ ഉപയോഗിച്ചതെങ്കിലും ജയറാമിന്റെ ചിത്രം, അപ്പൊ ജയറാമിനോടൊപ്പമുള്ള ചിത്രം ഉപയോഗിച്ചുകൊണ്ട് ജയറാമു വരെ ഇതിനെ തൊട്ട് നമസ്കരിക്കുന്നു. ഇത് അതിന്റെ ഒരു ഇമ്പാക്ട് ആണ്. ഇതുപോലെ മറ്റു പലരോടും പറഞ്ഞ് പൈസ വാങ്ങിയിട്ടുണ്ടാവാം. അങ്ങനെ ഒരു സാധ്യതയില്ല. അത് അന്വേഷണത്തിൽ അങ്ങനെയാണ് പോലീസ് കണ്ടെത്തുന്നത്. കാരണം വ്യാളിയാണ് കഴിഞ്ഞ 5 വർഷവുമായിട്ട് 30 കോടിയോളം രൂപയുടെ വസ്തു ഇടപാട് ഈ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാശ് എങ്ങനെ വന്നു എന്നുള്ള സംശയമുണ്ട്. ഈ സംഭവത്തിന് ശേഷമാണ് എനിക്ക് കാശ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ ഇയാൾ അങ്ങനെ ജയറാമിനെ കൊണ്ടുവന്നു. അപ്പൊ ജയറാം എന്ന് പറയുന്നത് വലിയൊരു അപൂർവ ഭാഗ്യമായിട്ടാണ് തനിക്ക് തോന്നിയത്, കണ്ടത് അതിനെ. അപ്പൊ അങ്ങനെയാണ് ഈ സ്വപ്നമൊക്കെ ഇയാൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും വീണ് പോകുമല്ലോ. താങ്കൾ വന്ന് ഇത് പൂജ ചെയ്യുന്നതായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ കണ്ടതൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ജയറാമോ അതിനകത്ത് വീണ് പോയി. അങ്ങനെ വന്ന അയാൾ ആ പരിപാടിയിൽ ജയറാം പങ്കെടുക്കുന്നുണ്ട്. അത് പിന്നാലെ ഈ സംഭവങ്ങളുമൊക്കെ ആയിട്ട് ഈ പറയുന്ന ശില്പങ്ങളിലെ ഈ പാളികളുമൊക്കെ ആയിട്ട് അയാള് എന്താ പറയുക ജയറാമിന്റെ വീട്ടിൽ പോകുന്നുണ്ട്. ജയറാമിന്റെ വീട്ടിൽ പോയിട്ട് അവിടെയും ഇതൊക്കെ കുറച്ച് സാധനങ്ങൾ പൂജാമുറിയിൽ ഇറക്കി വെച്ച് പൂജിക്കുന്നുണ്ട്. അതിനും ജയറാം അതൊക്കെ സമ്മതിക്കുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് സമ്മതിക്കുന്നില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് ഞാൻ പോകുന്ന വഴിക്ക് ജയറാമിന്റെ വീട്ടിൽ വിശ്രമിക്കാൻ കയറിയെന്നൊക്കെയാണ്. വിശ്രമിക്കാൻ കയറുമ്പോൾ എടുത്ത് പൂജിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ജയറാം അത് കറക്റ്റ് കാര്യം പറയുന്നുണ്ട്. അയാൾ ഒരു ഭക്തൻ എന്നുള്ള നിലയിൽ അതൊക്കെ ചെയ്ത കാര്യം അയാൾ തുറന്ന് പറയുന്നത്. പക്ഷെ 1 രൂപ പോലും അയാൾ മേടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതെങ്ങനെ നമുക്കറിയാമല്ലോ, ശബരിമല എന്ന് പറയുന്നത് വളരെ ഇതാണ്. അവിടുത്തെ ആചാരങ്ങൾ നമുക്കറിയാം. യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ തന്നെ നമുക്കറിയാമല്ലോ. അപ്പൊ ഉണ്ണികൃഷ്ണന് വേണ്ടിയിരുന്നത് ജയറാമനോടൊപ്പമുള്ള ഒരു ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോ കാണിച്ച് മറ്റെവിടെയോ മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നിരിക്കാം അയാളുടെ ഉദ്ദേശം. സ്ത്രീ പ്രവേശനം ഇല്ലാത്ത ഒരു അമ്പലത്തിലെ വിഗ്രഹവും മറ്റു സംഭവങ്ങളൊക്കെ ആണ്. അതൊക്കെ തന്നെ ഒരു സാധാരണ ഒരാളുടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ സ്ത്രീകൾ മക്കളുടെ വീടാണല്ലോ, അവിടുത്തെ പൂജാമുറിൽ കൊണ്ടുവെക്കുക, അത് പൂജിക്കുക. അപ്പോൾ അതിനകത്ത് ലോജിക്ക് ജയറാം തന്നെ അത് ചിന്തിക്കേണ്ടിയിരുന്നു. അത്തരമൊരു അമ്പലത്തിലെ സംഭവങ്ങൾ കൊണ്ടുവന്നാൽ ഇവിടെ കയറ്റാമോ, ഇവിടെ വീട്ടിലെങ്ങനെ കയറ്റാമോ, പൂജാമുറിൽ കയറ്റാമോ, അപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറൊരു അമ്പലത്തിലെ പോലെ അല്ലല്ലോ അത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പോലെ ഇയാള് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ നല്ലൊരു കളി നടത്തിയിട്ടുണ്ട്. അതിനകത്ത് ജയറാമ വീണ് പോയിട്ടുണ്ട്. ഇതിപ്പോ ജയറാമിന് കുരുക്കായിട്ടുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ പറ്റത്തില്ല. എന്തായാലും സ്വാഭാവികമായിട്ട് ജയറാമിന്റെ മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ദേവസ്വം വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ജയറാം ഈ പരിപാടിയിലൊക്കെ പങ്കെടുത്ത് ഈ ഉണ്ണികൃഷ്ണനുമായിട്ട് ബന്ധമുള്ള അതുകൊണ്ട് തന്നെ ജയറാമിന്റെ മൊഴിയെടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ വാർത്തകൾ വന്നു ദേവസ്വം വിജിലൻസ് മൊഴി എടുത്തു, പക്ഷേ ജയറാം അത് നിഷേധിച്ചു. ഇതുവരെ എന്റെ മൊഴി എടുത്തിട്ടില്ല എന്ന് ജയറാം പറയുന്നുണ്ട്. പക്ഷെ വരും ദിവസങ്ങളിൽ അതിനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. കാരണം അത്തരം ഒരു കേസാണിത്. അതിനകത്ത് ജയറാം അറിയാതെ ആകാം, പക്ഷെ ഇൻവോൾവ് ആയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു കുരുക്കാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. എന്തായാലും കലികാല വൈഭവം അത്രേ പറയാനുള്ളൂ.